എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ ചരിത്രം രചിച്ചുകൊണ്ട് മൂന്നാം വട്ടവും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും 342 മുതൽ 392 വരെയുള്ള ഒരു റേഞ്ചിൽ BJP അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. വലിയ തോതിൽ ഉള്ള നേട്ടം BJP പല സംസ്ഥാനങ്ങളിലും നേടുന്നു എന്നുള്ളതാണ് BJP വൃത്തങ്ങൾ ഇപ്പോഴും പറയുന്നത്. മാത്രമല്ല BJP നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളിൽ 50%-ലധികം വോട്ട് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ചെറിയ ഒരു ഘടകമല്ല. പക്ഷേ മറ്റേ ആശങ്കാജനകമായി BJP എടുത്തു പറയുന്ന ഒരു കാര്യം, മഹാരാഷ്ട്ര പോലുള്ള അതുപോലെ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ പ്രതീക്ഷിച്ച ഒരു വിജയം ലഭിക്കുമോ എന്നുള്ളൊരു സംശയം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം തന്നെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മഹാവികാസ് അഘാടി 24 സീറ്റുകൾ വരെ നേടാം എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. അതുപോലെ ബീഹാറിലും RJD കോൺഗ്രസ് സഖ്യം നല്ല പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളൊരു സൂചന വരുന്നത് BJPയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വലിയ തോതിൽ നേട്ടം കൊയ്ത ഒരു സംസ്ഥാനമാണ്. പക്ഷേ ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 33 സീറ്റുകൾ വരെ നേടും BJP എന്ന് പറയുന്നതിലാണ് അവർ ഇത്തിരി ആശ്വാസം കൊള്ളുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം തീർത്തും ആശ്വാസകരമാണ് ഇപ്പോൾ വിധി. ഒരുപക്ഷെ പണ്ഡിറ്റ് നെഹ്റു കഴിഞ്ഞാൽ വീണ്ടും മൂന്നാമതും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുക എന്നുള്ള റെക്കോർഡിലേക്ക് നരേന്ദ്രമോദി നടന്നടക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. പക്ഷേ യഥാർത്ഥ ഫലം വരുമ്പോൾ എങ്ങനെ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ അതിലേറ്റവും അമ്പരപ്പിക്കുന്നത് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നു എന്ന് ഒന്നിലധികം എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതാണ് BJP കേന്ദ്രങ്ങൾ എടുത്തു കാട്ടുന്നത്. അതായത് 3 വരെ സീറ്റുകൾ വരുന്നു എന്നുള്ളതും അവരുടെ 2 കേന്ദ്രമന്ത്രിമാർ ജയിക്കുന്നു എന്നുള്ള സൂചനകളും അവർക്ക് ആശ്വാസം പകരുന്നതാണെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. മാത്രമല്ല മറ്റ് 2 മണ്ഡലങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതും വിജയത്തിലേക്ക് എത്തും എന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ തൃശ്ശൂരും പത്തനംതിട്ടയിലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ജയിക്കും. 5 എന്നുള്ളൊരു കണക്ക് ഇപ്പോഴും BJP നേതൃത്വം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇത് വിശ്വസിക്കാൻ തയ്യാറല്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായ ഫലം അല്ലെങ്കിൽ ശരിയായ ജനവികാരം പ്രതിഫലിപ്പിക്കുന്നതല്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ അവരുടെ അവലോകന യോഗത്തിൽ, അതായത് 28 പാർട്ടികളും ചേർന്നുള്ള അവലോകന യോഗത്തിൽ ഏകദേശം 295 സീറ്റുകൾ നേടുമെന്നാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. അതായത് 295 നിന്നാണ് 250 കൂടുതലൊന്നും ഒരു എക്സിറ്റ് പോളും ഇന്ത്യ സഖ്യത്തിന് പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അവരെ സംബന്ധിച്ച് വലിയ നിരാശയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നിലവിൽ നൽകുന്നത്. ചില സംസ്ഥാനങ്ങളിലേക്ക് നോക്കാം. നമുക്ക് ഉത്തർപ്രദേശ്, ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാണ് ഉത്തർപ്രദേശിന്റെ എക്സിറ്റ് പോൾ കണക്കുകളെന്ന് നോക്കിയാൽ നോക്കൂ, ഒരേ സ്വരത്തിൽ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ തന്നെ പറയാമല്ലേ, NDAക്കൊപ്പം. അതെ, ഈ അയോധ്യ പ്രതിഷ്ഠയും ഇതിൽ രാമൻ എന്ന വികാരം എത്രത്തോളം ഉണ്ട്, അത് ഉണ്ടാകില്ല എന്നൊക്കെ പല കോണുകളിൽ നിന്നും ചില വിലയിരുത്തലൊക്കെ വന്നെങ്കിലും നിശബ്ദമായി രാമൻ എന്ന വികാരം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നത് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ. കാരണം 2014-നേക്കാളും കുറവ് സീറ്റുകളാണ് BJPക്ക് 2019 ഉത്തർപ്രദേശിൽ കിട്ടിയെങ്കിൽ വീണ്ടും പഴയ നിലയിലേക്ക്, അതായത് ജൻ കി ബാത്ത് 74 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. PMARC ആണെങ്കിൽ 69. അതെ, എല്ലാവരും 67 അല്ലെങ്കിൽ 70 സീറ്റുകൾ പറയുന്നു. സർപ്രൈസ് എലമെന്റും ഒരു മാജിക്കും ഉത്തർപ്രദേശിൽ നടന്നില്ല. അതായത് വലിയ തോതിൽ രാമൻ എന്ന വികാരം ഉത്തർപ്രദേശിലുണ്ട്. അതിന്റെ അനുരണനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മളത് പറയണം. ദക്ഷിണേന്ത്യയിൽ വരെ കർണാടക വളരെ സർപ്രൈസിംഗ് ആണ്. ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുമ്പോൾ വളരെ സർപ്രൈസിംഗ് ആണ്. കാരണം പുതുതായി വന്ന ഒരു സർക്കാരാണ്. ആ സർക്കാർ വരുമ്പോൾ അതൊരു ഡെലിവറിങ്, ഒരു പ്രോമിസിംഗ് ഗവൺമെന്റ് ആണെന്നുള്ള ഒരു ഇമേജ് ഒക്കെ ഉണ്ടാക്കി. പക്ഷേ നോക്കൂ, ആ കണക്കുകൾ നോക്കൂ. ഇവിടെ ചർച്ചകൾ നടക്കുമ്പോൾ കർണാടകയിൽ എന്തോ വലിയ സംഭവങ്ങൾ ഉണ്ടാകും, ഇന്ത്യ മുന്നണിക്ക് വലിയ കുതിപ്പുണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പല കോണുകളിൽ അങ്ങനെയുള്ള സാധ്യതകളില്ല എന്നും ചിലരെങ്കിലും പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും 25 ABP ന്യൂസ് 23-25, ഇന്ത്യ ടുഡേ 23-25, ഇന്ത്യ TV 19-25, ജൻ കി ബാത്ത് 21-21. അത് ഇന്ത്യ വലിയ നേട്ടം സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷ കർണാടകയിലാണ്. ഇരട്ടയക്കം പോലും എത്താൻ കഴിയാത്തതാണ് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ഇനി അടുത്ത സംസ്ഥാനം നോക്കാം. മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലും ഒരു തരത്തിലുള്ള മാറ്റവുമില്ല അല്ലേ? അതെ, ചെറിയ തോതിൽ BJPക്ക് ക്ഷീണമുണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള പ്രതീക്ഷകൾ. അതുണ്ടാവില്ല എന്ന് തീരുമാനിക്കുന്ന റിസൾട്ടാണ് മധ്യപ്രദേശിന്റേതായി വരുന്നത്. എല്ലാവരും ഒരേ സ്വരമാണ് മധ്യപ്രദേശിന്റെ കാര്യത്തിൽ. ഇന്ത്യ സഖ്യത്തിന് ഒരു സീറ്റും ഇങ്ങനെ ഒരു സംസ്ഥാനവും ഒന്നും ഉണ്ടാവില്ല. എല്ലാ പോളുകളും ഒരേ രീതിയിൽ പ്രവചിച്ചിരിക്കുന്ന ഒരേ ഒരു സീറ്റാണ് ഇന്ത്യക്ക്. ബാക്കിയെല്ലാം 28 സീറ്റുകളും NDAയുടെ കയ്യിലേക്ക് എത്തുന്നു എന്നതാണ്. ഇനി
വലിയ കൗതുകം ഉണ്ടാക്കുന്നത് തീർച്ചയായും തമിഴ്നാടാണ്. അവിടെ DMK-ക്കും കോൺഗ്രസിനും വലിയ സ്വാധീനമുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ നമുക്ക് എക്സിറ്റ് പോൾ കണക്കുകളിലേക്ക് പോകുമ്പോൾ എന്ത് മാജിക് കാണിക്കും അണ്ണാമലയും സംഘവും എന്നാണ് അറിയേണ്ടത്. ഈ രീതിയിലാണ് എന്തായാലും തമിഴ്നാട് നിലവിൽ എക്സിറ്റ് പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യത്തിന് 37 മുതൽ 39 വരെ സീറ്റുകൾ എല്ലാ എക്സിറ്റ് പോളും ആ രീതിയിൽ തന്നെയാണ്. NDA 2 അല്ലെങ്കിൽ പരമാവധി 7 സീറ്റ് അല്ലേ? അത് ഇന്ത്യ TV ആണ് പരമാവധി 7 സീറ്റ് കൊടുക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ 7 സീറ്റ് വരെ അല്ലെങ്കിൽ 2 സീറ്റോ കിട്ടിയാലും BJP-യുടെ വോട്ട് ഷെയർ 20-ന് മുകളിലേക്ക് 22 വരെ എന്ന് ചില സർവേകൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വെറും 3% നിന്ന് അണ്ണാമല എന്ന സംസ്ഥാന അധ്യക്ഷന്റെ കരുത്തിൽ 22%-ലേക്ക് BJP-യുടെ വോട്ട് ഷെയർ മാറിയാൽ അടുത്ത അണ്ണാമല ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വളരെ ശക്തമായ സാന്നിധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്ക് കേരളം ഒന്നുകൂടി തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾക്ക് നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും താല്പര്യം കേരളം എങ്ങനെ ചിന്തിക്കുന്നു, കേരളം ആർക്കൊപ്പം ആയിരിക്കും എന്നൊക്കെ അറിയാൻ തന്നെയായിരിക്കും. അപ്പം കേരളം 20-20 അല്ലേ? 20-20 UDF-ന്റെ പ്രതീക്ഷ. പക്ഷേ UDF കഴിഞ്ഞ തവണത്തെ 19 ആയിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള UDF-ന് അനുകൂലമായ ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. രാഹുൽ ഫാക്ടർ ഉണ്ടായിരുന്നു, ശബരിമല ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നോക്കൂ, TV9 16 UDF 3 LDF 1 NDA ആക്സിസ് ഇന്ത്യ 17-18 UDF 0 മുതൽ 1 വരെ LDF 2 മുതൽ 3 വരെ NDA ന്യൂസ് 18 15-18 2-5 1-2 അങ്ങനെ പോകുന്നു. തീർച്ചയായും BJP-യെ സംബന്ധിച്ച് ആശ്വാസം ഒന്നെങ്കിലും കിട്ടും. ഒന്നെങ്കിൽ താമര ഒരിടത്തെങ്കിലും വിരിയും. അത് എവിടെയാണെന്നാണ് അറിയേണ്ടത്. പലരും തൃശ്ശൂരാണെന്ന് പറയുന്നുണ്ട്, ചിലർ ഇന്ത്യ TV ആണെന്ന് തോന്നുന്നത് തിരുവനന്തപുരത്താണെന്ന് പറയുന്നു, ചിലർ ആറ്റിങ്ങലിൽ പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്തായാലും BJP-യെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നത്തെ അവരുടെ ക്യാമ്പയിനെ സംബന്ധിച്ച് മൊത്തത്തിൽ എല്ലാവർക്കും വലിയ ആവേശം ഉണ്ടാക്കുന്നതാണ്.